ഗൈസ് ഇത് ഇവിടെ ഒരു ആമയാണ്. ഒന്നര രണ്ടാമത് ശരിക്കുള്ളതാണ്. അത്യാവശ്യം ഫാനും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, നമുക്ക് ഫസ്റ്റ് ലിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ് ഗുജറാത്ത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എജു ട്രാവലറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഗുജറാത്തിൽ നിന്ന് നമ്മൾ രാജസ്ഥാനിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇന്നലെ ലേറ്റായി. അപ്പോൾ ഇന്നലെ ഇവിടെയാണ് ഉണ്ടല്ലോ ബാക്കിൽ, ഈ ഒരു കടറ ബാക്കിലാണ് നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചത്. അപ്പോൾ രാത്രി 9 മണിയായി. നമ്മൾ എവിടെയാണ് കണ്ടത്? തൊട്ടപ്പുറത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പെട്രോൾ പമ്പും ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ പോയി ഫ്രഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ജയ്പൂർ ഉദ്ദേശിച്ച പോകണം, മീൻസ് രാജസ്ഥാനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 500-600 കിലോമീറ്ററോളം ഉണ്ട്. 2 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്, സാഹചര്യത്തിനനുസരിച്ച്. അങ്ങനെ ഫൈനലി നമ്മളിതാ NH എത്തിയിരിക്കുകയാണ്. അതാണ് NH. അവിടെ ഒരു ബോർഡ് ഉണ്ട്. റൈറ്റിക്ക് നമുക്ക് സൂറത്ത്, ലെഫ്റ്റ് അഹമ്മദാബാദ്, സാവ്ലി, അങ്ങനെ സ്ഥലം നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടോ ലോറി പോകണുണ്ടോ, അതാണ് നമ്മുടെ NH വരുന്നത്. അപ്പം നമ്മളിപ്പോൾ വഡോദര ടൗണിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 9 കിലോമീറ്ററോളം നമ്മൾ ഇറങ്ങിയോടത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, അവിടെ കണ്ടില്ലേ, കണ്ടില്ലേ NH 48 ആണ്. കുറേ വണ്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാവിലെ ഫ്രണ്ടിലുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, നമുക്ക് ഫസ്റ്റ് ലിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ് ഗുജറാത്തിൽ നിന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഹോട്ടലാണ് ഇവിടെ കണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരാളിരിക്കുക, ഇവിടെ ഒരാളിരിക്കുക, വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആള് പൂരി ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ഇവിടെ ഇരുന്നോ കുഷിനെ. അപ്പോൾ ഫ്രണ്ട്സ്, പൂരി വന്നിട്ടുണ്ട്. അപ്പോൾ 1, 2, 3, 4 എണ്ണം. അതെ, ഒരു 4 കൂടി വരാണ്ട് 80 രൂപ വരുന്നുള്ളൂ ഒരു ചായയും. ഓക്കെ, അപ്പോൾ നല്ല അഫോർഡബിൾ ആണ് രാവിലെ. അതെ, ഒരു സെറ്റിന് അല്ലേ, ഒരു സെറ്റിന് 40. അതിൽ 8 പൂരി ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരു ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിൽ പോകുന്ന അവിടെ ഒരു മന്ദിരമാണ്, ഒരു അമ്പലമാണ്. ഓക്കെ, വലിയൊരു അമ്പലം. ഓക്കെ, ഇവിടെ ഫുള്ള് നല്ല രസത്തിലായിട്ടുള്ളതാണ് കണ്ടല്ലേ. അവിടെയാണ് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഫുള്ള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു. അവർ നമ്മുടെ അടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാണ്.
നമ്മൾ നേരത്തെ കാണിച്ചു തന്നല്ലോ ആ മന്ദിറിൻ്റെ ഉള്ളിലാണ് നമ്മളൊരാളെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ആൾ നമുക്കിവിടെ ഒരു ഈ പണ്ടത്തെ ഗുരുകുല സമ്പ്രദായം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഇവർ വന്നിട്ട് താമസിച്ച് സ്റ്റുഡൻസ് താമസിച്ച് പഠിക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് ഫ്രഷ് ആകും. അപ്പോൾ ഞാൻ രാവിലെ ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ആളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് ഇവിടെ സ്റ്റേ ഒക്കെ നമുക്ക് ഒരുക്കി തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവുമെന്നൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിയിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കണം. അപ്പോൾ രാവിലെ അത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഫുഡും കാര്യങ്ങളൊക്കെ തരാം, ഓക്കെ, പിന്നെ സ്റ്റേൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഒരു വലിയൊരു സംഭവം, മൊത്തത്തിലുള്ളൊരു സംഭവമാണ് ഈ ഒരു ഇതിൻ്റെ ഉള്ളെന്ന് പറയുന്നത്. ഭയങ്കര രസമാണ്, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 4-5 ടൈപ്പ് ഫുഡ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് പുറമെ നമ്മൾ കേരളത്തിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് സ്വീറ്റ്സും അതേപോലെ തന്നെ അവർ കഴിക്കുന്ന കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഫുഡ്. നമുക്ക് നമ്മുടെ റൊട്ടി, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കൊണ്ട് എന്തോ ഒരു കറി, പിന്നെ അതേപോലെ തന്നെ സ്വീറ്റ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഇതിൻ്റെ ഒരു അമ്പലമാണ്. ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു ഇൻസൈഡ് എന്ന് പറയുന്നത്. ഇപ്പം നൈറ്റ് ആയതുകൊണ്ടാണ്, നമുക്ക് നാളെ രാവിലെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത് അത്രയും സൂപ്പറായിട്ട് വളരെ സെറ്റാക്കിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് ലൈറ്റിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. ഒരു ആൾദൈവത്തിനെയാണ് BSPS ഓൾ ഓവർ വേൾഡിൽ അറൗണ്ട് ഒരു 55 കൺട്രിയിൽ ഇവൻ്റെ ആൾക്കാർ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രയും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെറ്റാണ് സംഭവം. അപ്പോൾ നമുക്ക് നാളെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കും. ഗൈസ്, ഇത് ഇവിടെ ഒരു ആമയാണ്. ഒന്നല്ല, 2 ആമ. ഇത് ശരിക്കുള്ള ആമയാട്ടോ, ഒറിജിനലാണ്. അയ്യോ സീരി, ആമേനെ വളർത്തുന്നൊന്നും കേസില്ലാവോ? കണ്ടോ, ഉള്ളിലേക്ക് പോയി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഫുഡ് നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീട്ടിൽ വന്നിട്ട് ചെറിയൊരു ഇവിടെ കഴിക്കുന്ന സാധനമൊക്കെ ഉണ്ടാക്കി തന്നു. അതേപോലെ തന്നെ റൂം, എല്ലാ സൗകര്യങ്ങളും തന്ന്, പിന്നെ ഇവിടെ ചാർജിങ്ങുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര കുറേ നേരം സംസാരിക്കുകയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഗുജറാത്ത് അതിൻ്റെ കൾച്ചർ കാര്യങ്ങൾ, പട്ടേൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് എല്ലാം ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ബെഡും കാര്യങ്ങളൊക്കെ ആളുടെ ഫാമിലിയൊക്കെ ഒരുക്കി തന്നു. പിന്നെ ഒരു ചെറിയ റൂമാണ്, അത്യാവശ്യം ഫാനും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.